ഹായ്, ഞാൻ ജസീമ മുബഷീർ, കാലിക്കറ്റ് ചെറുപ്പ. ബിരിയാണിക്കിൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിറയുടെ ബസ്മതി റൈസ് വെച്ചിട്ട് മൈസൂർ മുസ്ലിം ഷാദി ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുകയാണ്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഓടുന്ന സമയത്ത് നമുക്ക് നമ്മൾ ബസ്മതി റൈസ് ഒന്ന് കുതിരാൻ വെക്കാം. സവാളിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാല പൊടി ചേർക്കാം. മുളക് പൊടിയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇറക്കി വെക്കാം. നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചതാണ്. തിളച്ചതിന് ശേഷം നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇടാം. അതിനുശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അരി വേവിച്ചെടുക്കണം. പട്ട ഗ്രാമ്പു ഏലക്ക ഇതിലോട്ട് ഇടാണ്. കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. അരി നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. എന്ത് ബിരിയാണിയാണ്? മൈസൂർ മുസ്ലിം ഷാദി ബിരിയാണി. ഓ നൈസ്, കൊള്ളാലോ. അതാരും ചെയ്തില്ല കേട്ടോ ഇതുവരെ. മൈസൂർ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ ഒരു ആഘോഷത്തിൻ്റെതാണ് അല്ലേ? ഫെസ്റ്റിവൽസ്, ദസറ. അതെ അതെ. അവിടെ കണക്ഷൻ ഉണ്ടോ മൈസൂർ? ബിസിനസ് ഉണ്ട് മൈസൂർ. ഓഹോ, ഓക്കെ. എന്ത് ബിസിനസ്സാ? ക്രഷർ. കന്നഡ ಬರ್ತಾದ್ಯ? ಸ್ವಲ್ಪ അറിയില്ല. അതറിയില്ല. അപ്പൊ അതുകൊണ്ട് മൈസൂർ സ്റ്റൈൽ അല്ലേ? മൈസൂർ കല്യാണ. അതെ അതെ. മൈസൂരിൽ ഫുഡ് ആകുമ്പോൾ ചേച്ചി അതെ അതെ, മറ്റും രക്ഷയില്ല. നൈസ് പരിപാടി. റൈസ് ഓക്കെ അല്ലേ? ഈ റൈസിനെ കുറിച്ച് അല്ല, പക്ഷേ കുറെ പേർക്കൊക്കെ പെട്ടെന്ന് വേണ്ടു. അല്ല, നമുക്ക് കുതിർത്ത് വെക്കാൻ ഒരു കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ നേരത്തെ. പക്ഷെ നല്ല ലോങ് ഗ്രെയിൻ ആണ്, കുഴയുന്നില്ല. നല്ല ഓ നൈസ്. എന്തായാലും ഇത് അതിന്റെ ടെമ്പറേച്ചർ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ ഈ ഒരു റൗണ്ടിനെ കുറിച്ച് നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം ചോദിക്കാമല്ലോ. ഫസ്റ്റ് റൗണ്ട് ആണോ സെക്കൻഡ് റൗണ്ട് ആണോ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്? രണ്ടും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അല്ല, ഒരു പുതുതായിട്ടൊരു റെസിപ്പി അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. അതെ, കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫിറ റൈസ് ആയതുകൊണ്ട് ഫിറ റൈസ് വെച്ചിട്ട് ചെയ്യും. അത്രേ ഉള്ളൂ വ്യത്യാസം. അതെ. You are familiar with this recipe? അതെ അതെ അതെ. ഓക്കെ, അത് നല്ല കാര്യം അല്ലേ? എളുപ്പമായി. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. മറ്റേ ആദ്യത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും ഓക്കെ ആണ്. ഓ, വെരി ഗുഡ്. നമ്മൾ റൈസ് നമ്മൾ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഒന്നും കൂടെ ചൂടാക്കിയിട്ട് നമുക്ക് ദം ചെയ്യാം. നമ്മളെ മസാല ഒന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ ദമ്മിടാം. മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഉള്ളിൽ കുറച്ച് ഗരം മസാലയും വിതറി കൊടുക്കാം. മേലെ കുറച്ച് നല്ല നെയ്യും ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. നമ്മളെ ബിരിയാണി നമ്മൾ ദം ചെയ്തു. ഒരു 15 മിനിറ്റ് ദമ്മിൽ കിടക്കട്ടെ. ഓൾറെഡി സെറ്റാ മൈസൂർ
സ്പെഷ്യൽ ബിരിയാണി, കല്യാണ ബിരിയാണി. അതെ, ദമ്മിലാക്കി. എല്ലാവരും ദമ്മാണ് കേട്ടോ, എല്ലാം ദമ്മാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി ഞങ്ങളൊന്ന് കഴിച്ചാൽ മതിയല്ലേ? അതെ അതെ. യെസ്, ചൂടൊക്കെ ഇങ്ങനെ ഓക്കെ അല്ലേ? സ്ഥിരം ചെയ്യാറുണ്ടോ? ഇൻഡക്ഷൻ കുക്കറിൽ ഉണ്ടാക്കാറുണ്ടോ? വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. അതാണ് പക്ഷെ ബിരിയാണി വെച്ച് ഇവിടെ ഇൻഡക്ഷൻ കുക്കറാന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കി, ട്രയൽ നോക്കി. അതെ അത് വേണമല്ലോ എന്തായാലും. അപ്പോൾ ഒരു ദാറ്റ്സ് ഗുഡ്, നൈസ്. നമുക്ക് ദമ്മ പൊട്ടിക്കാം. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ഫിറ ബസ്മതി റൈസ് കൊണ്ടുണ്ടാക്കിയ മൈസൂർ മുസ്ലിം കല്യാണ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.